പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംസ്കരണത്തിൽ മാതൃക തീർത്ത് കോഴിക്കോട് മായനാട് AUP സ്കൂൾ പ്ലാസ്റ്റിക്കിനൊരു പുനർജന്മം എന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു പുതിയ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചു. ഗോപിക അരവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് നിരോധനത്തെക്കുറിച്ച് കേട്ടുപഠിച്ച സ്ലോഗൻ. എന്നാൽ ഈ സ്ലോഗൻ പ്രാവർത്തികമാക്കി അതിൻ്റെ ഏറ്റവും മികച്ച മാതൃക സൃഷ്ടിച്ച ഒരു സ്കൂളുണ്ട്, നമ്മുടെ കോഴിക്കോട് മായനാട് AUP സ്കൂൾ. അതെന്താണെന്നല്ലേ നമുക്ക് നോക്കാം. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമെന്ന് പറയാറില്ലേ? ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന മാലിന്യത്തിന് പോലും മൂല്യമുണ്ടെന്ന് കാണിച്ചു തരികയാണ് മായനാട് AUP സ്കൂൾ. സ്കൂളിലെ പ്ലാസ്റ്റിക് മാലിന്യം പുനരുൽപാദനം ചെയ്ത ഓടുകൾ ഉപയോഗിച്ച് 7000 സ്ക്വയർ ഫീറ്റ് അളവ് വരുന്ന ഓപ്പൺ ഓഡിറ്റോറിയം. തുടക്കത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഇവിടെ ഒരു അസംബ്ലി ചേരാനും അതോടൊപ്പം തന്നെ മഴയത്തും വെയിലത്തൊക്കെ തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഒരുക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഒരു ഓപ്പൺ ഓഡിറ്റോറിയം എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിത വിദ്യാലയ പുരസ്കാരം, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഹരിത വിദ്യാലയ പുരസ്കാരം നമ്മളെ സ്കൂളിന് ലഭിച്ചൊരു സന്തോഷം കൂടി ഈ ഒരു സമയത്ത് പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ മക്കളും അധ്യാപകരും കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ടാണ് ഇത് കഷ്ടപ്പെട്ടത്. ഇത്രയും ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അതിൽ 250 രൂപേൻ്റെ കൂപ്പൺ ഞങ്ങൾ വിറ്റു. അത് കൂടാണ്ട് മാഷ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക്. പിന്നെ സ്കൂളിലെ എല്ലാ മക്കളും ഒരു കുട്ടി പോലും ഇതിൽ ഇടപെടാതെ നിന്നിട്ടില്ല. ഞങ്ങൾ പ്ലാസ്റ്റിക് പറക്കാനും ഇവർ കലാമേളയ്ക്ക് പോയി. എല്ലാ മക്കളും അതേപോലെ ഓരോന്ന് ചെയ്തിട്ടുണ്ട്. പുതിയ കളിസ്ഥലൊക്കെ കിട്ടിയപ്പോൾ ഹാപ്പി ആയോ? നല്ല ഹാപ്പി ഞങ്ങൾക്ക്. സന്തോഷായോ? മഴയത്തൊക്കെ പീട്ടി കളിക്കാം അല്ലേ? ഇവിടെയൊക്കെ വന്ന് കളിക്കാറുണ്ടോ? ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണോ? അപ്പൊ അതേ കണ്ടില്ലേ, സ്കൂൾ പിള്ളേരെല്ലാവരും ഹാപ്പിയാണ്. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റും ഹാപ്പിയാണ്. ഒപ്പം പരിസ്ഥിതിയും ഹാപ്പിയാണ്. മനീഷ് പെടിമണ്ണയ്ക്കൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1 കോഴിക്കോട്.